പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 38 മുതൽ 39 വരെ തിരുവചന ഭാഗങ്ങൾ. പിശാച് ബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവൻ്റെ കൂടെ ആയിരിക്കുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. പറയുന്ന വാക്കിന് വിലയും ബഹുമാനവും ലഭിക്കുന്നത് അത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് പറയുമ്പോഴാണ്. ഒരു ദേവാലയത്തിൽ നടക്കുന്ന വചനപ്രഘോഷണത്തിനും അതുമല്ലെങ്കിൽ ഒരു കോടതി മുറിയിൽ നടക്കുന്ന വിചാരണയ്ക്കും ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞിട്ട് വന്ന് പറയാം എന്ന് വെച്ചാൽ പറയുന്ന കാര്യത്തിന് വില നഷ്ടപ്പെടും. അത് കേൾക്കേണ്ടവർ കേൾക്കാതെ പോകും. പിശാച് ബാധ ഒഴിഞ്ഞ ആ വ്യക്തി ഈശോയോട് കൂടെ ആയിരിക്കുവാൻ അനുവാദം ചോദിച്ചപ്പോൾ ഈശോ അവനെ തിരിച്ചയച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: നീ വീട്ടിലേക്ക് പോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുക. ഈശോയ്ക്ക് അറിയാമായിരുന്നു ദൈവത്തിൻ്റെ മഹത്വത്തിന് ആ വ്യക്തി സാക്ഷ്യം നൽകേണ്ട സമയം അതായിരുന്നുവെന്ന്. അവനെ അല്പം വൈകി തിരിച്ചയച്ചാൽ ആ സാക്ഷ്യത്തിൻ്റെ വില നഷ്ടപ്പെടും. ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, വ്യാപരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ദൈവം തന്ന നന്മകളെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയുവാൻ സാധിക്കുമ്പോൾ അത് സാക്ഷ്യമായി മാറുകയാണ്. സാക്ഷ്യത്തിൻ്റെ വില ഉണ്ടാകുന്നത് അത് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പറയുമ്പോഴാണ്. വിശുദ്ധ പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഒരിക്കലും വൈകിപ്പോകാത്ത കർത്താവിനെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. നമ്മൾ പലപ്പോഴും വൈകിപ്പോകാറുണ്ടെങ്കിലും കർത്താവ് തൻ്റെ വാക്ക് നിറവേറ്റുന്നതിൽ ഒരിക്കലും വൈകാറില്ല. പലതും വൈകിപ്പോയി എന്നോർത്ത് നഷ്ടബോധത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയും, ഒന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ എൻ്റെ വാഗ്ദാനം നിറവേറ്റും, നീയും സാക്ഷ്യം നൽകുന്നതിൽ വൈകരുത്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.